Hi everyone, welcome back to Mrs. Malabar. ഇന്ന് ഞാൻ കുൽഫി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കുറേ കാലമായിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കുന്നതേനു, അങ്ങനെ ഫൈനലി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ കുൽഫിന്റെ ഫ്ലേവറും പിന്നെ കേക്കും വിപ്പിംഗ് ക്രീമും എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം നമുക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അരക്കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഈ കപ്പ് കംപ്ലീറ്റ് ആയിട്ട് മൈദപ്പൊടി വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. വല്ലാതെ കുത്തി നിറച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കരുത്. ഒന്നിങ്ങനെ സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മേൽഭാഗം ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഫില്ലിങ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്ത് അതിൻ്റെ മേലേക്കായിട്ട് അരിപ്പ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പാൽപ്പൊടിയും മൈദപ്പൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ അരിച്ചെടുക്കുകയാണ്. മൈദപ്പൊടിയിലോ അല്ലെങ്കിൽ പാൽപ്പൊടിയിലൊക്കെ കട്ടയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കണേ. നമ്മൾ മിക്സിയിലാണ് മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട്, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് യൂസ് ചെയ്യരുത്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലൊന്നും ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ക്ലീൻ ആയിട്ട് വേണം ഉണ്ടാവാനായിട്ട്. എന്നിട്ട് അത് ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഇങ്ങനെ സ്പീഡ് കൂട്ടി വരിക. അങ്ങനെ ഒരു 3 മിനിറ്റ് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് എടുത്തിട്ട് അതിൽക്കായിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരൻ്റെ കൂടെ ഞാൻ 1 ഏലക്കായും കൂടെ ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിതിൽക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അങ്ങനെ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കൂടി പോകണ്ട. 1-2 ഏലക്കായ ചേർത്തിട്ട് പൊടിച്ച് ആ പൊടി ഇതിൽക്കായിട്ട് ഇട്ട് കൊടുത്താൽ മതി. കൂടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിൻ്റെ കുത്തൽ വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ മതി. ഇനി ഇതും നമുക്ക് ഒരു 3 മിനിറ്റെങ്കിലും നന്നായിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ മുട്ടയും പഞ്ചസാരയും ഇപ്പം നന്നായിട്ട് ബീറ്റായി വന്നേന്. നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുന്ന ഏതാണ്ട് അതേപോലൊക്കെ തന്നെ കിട്ടീന് കേട്ടോ. പക്ഷേ അത്ര അധികമായിട്ട് ബീറ്റായിട്ട് കിട്ടൂല. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ബൗളൊക്കെ നല്ല ക്ലീനായിട്ട് വേണേ ഉണ്ടാവാൻ. ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി ഈ മിക്സിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യരുത്. അങ്ങനെ ഓയിൽ ചേർത്തതിന് ശേഷം പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ടിട്ട് ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഫോർക്കും ഇതിനായിട്ട് യൂസ് ചെയ്യാം. കേക്കിന് നല്ലൊരു യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഞാനിപ്പം എല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. എക്സ്ട്രാ കളറൊന്നും വിപ്പിംഗ് ക്രീമിലായാലും ഇതിലായാലും ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഇനി നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ച് അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കുന്ന കൂട്ടത്തിലിട്ടാൽ മതി. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിത് മൊത്തത്തിലൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. ഈ സോസ് പാനിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. ഇത് 6 ഇഞ്ചിൻ്റെ സോസ് പാനാണ് കേട്ടോ. എന്നിട്ട് അതിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തേണ്. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും ഒരു ടിഷ്യൂ വെച്ചിട്ട് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്കായിട്ട് മാറ്റി കൊടുക്കാം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്റ്റവ് കത്തിച്ചിട്ട് ഒരു തട്ട് വെച്ച് കൊടുക്കണം. ഞാനൊരു അലുമിനിയത്തിൻ്റെ തട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്.
ഈ ഒരു തട്ടിന് പകരമായിട്ട് ഏത് പാത്രവും യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു പാനോ അല്ലെങ്കിൽ തവയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ആക്കിയിട്ടുള്ള പാന് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഇത് 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞാൽ കേക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമ്മുടെ സ്റ്റവിൻ്റെ ഹീറ്റിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരിക. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. കത്തി വെച്ചിട്ട് ഇത് കുത്തി നോക്കിയ സമയത്ത് അത് നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ഇനി അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം ഞാൻ കുൽഫിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ നട്ട്സ് ആണ് എടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ആൽമണ്ട്സും ഉണ്ട്, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പംകിൻ സീഡാണ്. ഇത് ഞാൻ പിസ്തക്ക് പകരമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എനിക്ക് പിസ്ത കിട്ടിയില്ല. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറും പിന്നെ ആ ഒരു ടേസ്റ്റൊക്കെ വന്നോട്ട് വിചാരിച്ചിട്ട് പംകിൻ്റെ സീഡും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിസ്തയും എല്ലാ നട്ട്സും ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് പോണത്. മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം, പക്ഷേ ആ സമയത്ത് നല്ല പോലെ പൊടിയായിട്ട് വരും. അതുകൊണ്ട് ഞാനിതാ ഇങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലിട്ടിട്ട് കുത്തിയെടുക്കുക ചെയ്യണത്. ഇതിന് പകരം വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് അത് നമ്മുടെ ചപ്പാത്തിൻ്റെ കുഴലൊക്കെ ഉണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താലും മതി. അപ്പോഴും ഈ ഒരു സൈസിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനെല്ലാം ഇതേപോലെ പൊടിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പംകിൻ്റെ സീഡ് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുൽഫിൻ്റെ മിക്സിലേക്കായിട്ട് നമുക്കൊരു 2 ഏലക്കായ ചതച്ചത് വേണം. ഞാൻ അതും ഇതേപോലെ കുത്തിയെടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് ഏലക്കായൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി കുൽഫി മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഒരു 1/2 kg കൂടുതലുള്ള കേക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിനുള്ള മെഷർമെൻറ്റാണ് ഈ പറയുന്നത്. പിന്നെ നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമ്മൾ കുത്തിയെടുത്തിട്ടുള്ള ഏലക്കായ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. കൂടുതൽ മൈദപ്പൊടിയൊന്നും ചേർക്കരുത്, അപ്പോൾ നമ്മുടെ മിക്സ് നല്ല കട്ടിയായിട്ട് പോകും. ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അങ്ങനെ ഇത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൽ കോൺഫ്ലോറിൻ്റെയും അല്ലെങ്കിൽ മൈദപ്പൊടിൻ്റെ ഒന്നും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. കോൺഫ്ലോർ ചേർത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരാനായിട്ട് തുടങ്ങും. ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് അത്രയും നേരം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇത് കട്ടി പോരാന്നൊക്കെ തോന്നും. അപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കരുത്. കുറച്ച് കഴിയുമ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇത്തിരിയും കൂടെ അത് കട്ടിയായിട്ട് വരും. അപ്പോൾ ആ സമയം നമ്മൾ വീണ്ടും ഈ കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിട്ട് പോകും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചേർക്കണ്ട. ഈ ഒരു പറഞ്ഞിട്ടുള്ള അളവ് കറക്റ്റാണ്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ഒരു 4-5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്കായിട്ട് നമ്മുടെ കുൽഫിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അതിൽ ഏലക്കായൻ്റെ സീഡ്സ് ഉള്ളതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടണ്ട വിചാരിച്ചിട്ട് ഞാനൊന്ന് അരിച്ചിട്ടാണ് ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഏലക്കായൻ്റെ പൊടിയാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിന് ഞാൻ കുറച്ചൊന്ന് കളർ കൂട്ടാൻ വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. ഇത് തണുക്കണ നേരം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒന്നുകിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും ഫോർക്ക് വെച്ചിട്ടൊക്കെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മേലെ ഐക്കാർട്ടിലും കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്കായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി എടുക്കാം. വിപ്പിംഗ് ക്രീം ഒന്ന് സോഫ്റ്റ് പീക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കുൽഫി മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോഴും അരിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ. ഞാൻ പകുതി മിക്സ് ആ നട്ട്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പകുതി ഈ ക്രീമിലേക്കും ചേർത്താണ്. ക്രീമിലേക്ക് ഈ കുൽഫി മിക്സ് ചേർക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കേക്ക് 3 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം.
കേക്ക് നല്ലോണം തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. സ്പഞ്ച് കേക്ക് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് അടുത്ത ദിവസം കേക്ക് ക്രീമാക്കുന്നതാണ് നല്ലത്. എന്നാൽ ക്രംസൊക്കെ നല്ലോണം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം നമുക്ക് ടേൺ ടേബിളിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ചതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. കേക്കിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ടാണ് ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് പാലിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരിത്തിരി ഏലക്കായൻ്റെ പൊടിയും കൂടെ ഇട്ട് മിക്സാക്കി വെച്ചതാണത്. നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പാലും കണ്ടൻസ് മിൽക്കും പിന്നെ ഏലക്കായൻ്റെ പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് അത് വെച്ചിട്ട് കേക്ക് വെറ്റാക്കാനും പറ്റും. ഇനി ഞാൻ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കുൽഫി മിക്സ് ഉണ്ടല്ലോ, നട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത്, അത് ഇതിൻ്റെ മേലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ഞാൻ അതും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ലെയർ കേക്ക് വെക്കുക. പിന്നെ കുൽഫി മിക്സ് വല്ലാതെ സൈഡിലേക്കൊന്നും ആക്കരുത്, നടുവിൽ മാത്രം ചെയ്യാം. ഇതും നമുക്ക് ആ ഒരു പാലിൻ്റെ മിക്സ് വെച്ചിട്ട് വെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം സൈഡ്സൊക്കെ ഒന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കുൽഫിൻ്റെ മിക്സ് ഇതിൻ്റെ മേലേക്കായിട്ട് വെച്ച് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂണൊക്കെ വെച്ചാൽ തന്നെ മതിയാവും. എന്നിട്ട് അതും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവസാനത്തെ ലെയർ കേക്ക് വെക്കുക. ഇത് കേക്കിൻ്റെ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന പീസാണ് നമ്മൾ മേലായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അതാകുമ്പോൾ നമുക്ക് കേക്ക് ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ല സുഖമാവും. ഇനി നമുക്ക് ഈ ലെയറും ഒന്ന് വെറ്റാക്കി കൊടുക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുക. ഞാനിങ്ങനെ ഒരു നോസിൽ ഇട്ട് കൊടുത്തോണ്ട് തന്നെ നല്ല സുഖമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പം എന്താ പറയുക, പാലറ്റ് നൈഫ് കൊണ്ട് വെച്ച് ക്രീം എടുക്കുന്നതിനേക്കാളും സുഖമായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കഴിയുന്നതും ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മേൽഭാഗവും പിന്നെ സൈഡ്സും ഒക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. കുറച്ച് സമയം, ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിൻ്റെ മുന്നായിട്ട് ഈ കേക്ക് ബോർഡിൽ ഇങ്ങനെ ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വെറ്റായിട്ടുള്ള ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഫ്രീസറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് വെച്ചാൽ മതി. അല്ല താഴത്താണെങ്കിൽ 30 മിനിറ്റ് വെക്കുക. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാനിൽക്കായിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ 1/4 കപ്പ് തന്നെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം. അത് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി വന്നിട്ടുള്ള കുൽഫിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിൽക്കായിട്ട് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ആക്കുക. നമുക്കിതാ കേക്കിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ മിക്സ് കുറച്ചൊന്ന് കട്ടിയായ പോലെ ഉണ്ടാവും. ഇനി ഇത് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടിൽ ഒരിക്കലും കേക്കിൻ്റെ മേലെ ഒഴിക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് മെൽറ്റായിട്ട് പോവും. കേക്കിൻ്റെ മേലെ ഒഴിക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് വിരൽ ഡിപ്പ് ചെയ്തിട്ട് നോക്കുക. അപ്പം ഒരു ഇളം ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് കേക്കിൻ്റെ മേലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കുക. ഞാൻ ഈ മിക്സ് വെച്ചിട്ട് കേക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വിപ്പിംഗ് ക്രീമും പിന്നെ നട്ട്സൊക്കെ ബാക്കിയുണ്ടേനു. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് അതിനായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു എന്താ പറയുക, ഡോട്ട്സ് പോലെ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെയൊക്കെ സൈഡിലായിട്ട് പംകിൻ സീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സ് ഉണ്ടല്ലോ, അതിങ്ങനെ ഒരു ബോർഡർ പോലെ ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള നട്ട്സ് ഞാനിതാ ഇങ്ങനെ മേലേക്കായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ. ഞാൻ മാക്സിമം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ നോക്കിയിട്ടാണ് ഡെക്കറേഷൻ ചെയ്യലുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുൽഫി കേക്ക് ഉണ്ടാക്കുന്നത് എത്ര സിമ്പിളാണെന്നുള്ളത് കണ്ടില്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
അപ്പോൾ അതാ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഈ ഫോർക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ താന്നു പോകുന്നുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേക്ക് ഇരിക്കുന്നത്. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള കുൽഫിന്റെ മിക്സ് നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ നട്ട്സ് ഒക്കെ ആവശ്യത്തിന് ഇട്ടതുകൊണ്ട് തന്നെ അങ്ങനെ കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. മധുരമൊക്കെ പാകത്തിനുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്